പാർട്ട് 2 അപ്പം തന്നെ വരുന്നതാണെങ്കിൽ അപ്പം തന്നെ വന്നിരിക്കും. നമ്മളിവിടെ ഹുപ്പിൽ ബോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സൂൺ നമ്മൾ കാട്ടിലേക്ക് പോകും. ഇതെന്താണ്? ഓക്കെ, ഗൈസ് നമ്മളിപ്പോൾ എത്താറായി. സ്കോർ അടുത്തെത്തി. നമ്മൾ we are gonna move our way to the go-kart. Ferris wheel ഒട്ടും വർക്കിംഗ് അല്ല ഗൈസ്. ചേച്ചി ഇതാ ചേച്ചി ഇന്നലെ എടുക്കാൻ നോക്കിയ ഗോ കാർട്ട് ഗോൾഡൻ കണ്ടോ, തിളങ്ങും. നോക്കിയേ നോക്കി നോക്കി തിളങ്ങുന്ന ഗോ കാർട്ട് കണ്ട. Ya bawa Ella Shamarepu Sibus Shida Isino Stop 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 Pop Stop 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 guys, നമ്മള് Okay guys, so much cute cat. Wanna play another game? Give me. Okay. Till I take it down. I want you in the car, baby. Bang, 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 cheer. You down. I want you in the ground. Then. You are there, you down. You with the. Okay. The family like invite.
വേറെ ആരും ഇല്ല. എന്ത് എന്നെ മാത്രം suspicious. Okay. Manggarena. Background music or mind music? Brain. Okay. Beep 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 beep. Beep beep beep. Hi. നമുക്ക് ഗോൾഡൻ ഗോക്കാർട്ട് എടുക്കാം. ഇതാരത്? ഞാനിപ്പോൾ കയറത്തില്ല. ഇനി എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഓക്കേ, എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് വോളിയം കൂട്ടിയാൽ വല്ല മ്യൂസിക്കും വരുമോ? ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് വീഡിയോൻ്റെ ഇടയ്ക്ക് ചെയ്ത പ്രശ്നമാണ് ഗൈസ്. യു മൈറ്റ് നോ. ഓക്കെ, നമ്മളിപ്പം 9000 അടിക്കും ഗൈസ്. ഓക്കെ, ഓ ആഹാ പന്തുച്ചി ഓ ഹാ ഹാ പന്തുച്ചി ഓ ഹാ ഹാ പന്തുച്ചിക്കോ ഹാ ഹാ പന്തുച്ചിയോ. ഓക്കെ, നമ്മൾ 3, 2, 1 and 9000. Yeah boy. അച്ഛേ, എനിക്ക് 9000 അടിച്ച്. ഇനി ഒരു 800 കൂടി മതി. Yes boy. Is this Tim? One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇരുപത്തഞ്ചെങ്കിൽ 25. ഓക്കെ, 25-ന് 55 എണ്ണം കിട്ടും. ഓക്കെ, guess we got 55.
ഗൈസ് നിങ്ങൾക്ക് ഈ ഹൂപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ ടിപ്പ് പറഞ്ഞുതരാം ആഫ്റ്റർ. ഓക്കെ, നമ്മൾ തൊട്ടടുത്ത് പോയി നിന്നിട്ട് ആൻഡ് ആക്ച്വലി നമ്മൾ ഇതിന് ബാനൊന്നും ചെയ്യത്തില്ല. പക്ഷെ അതൊരു ടിപ്പാണെന്ന് തോന്നുന്നില്ല ഗൈസ്. നമ്മൾ ഇച്ചിരി ദൂരെ പോയി നിൽക്കണം ഈ സാധനം വർക്കാവണമെങ്കിൽ, ഇല്ലെങ്കിൽ എന്നെപ്പോലെ പണി കിട്ടും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല, പക്ഷേ കുഴപ്പമില്ല. ഇവിടെ നിന്നാലും അത്യാവശ്യം കുറേ ബോൾ നമുക്ക് അടിക്കാൻ പറ്റും ഗൈസ്. So time's out, I guess. Okay, we are almost here. Arrested, get Jeff. Jeffo? Wait a minute. ആരത്? ദായ് ഈക്കോ ആലസ് ലെറ്റ്സ് ഗോ. ദായ് ഈക്കോ ആലസ് ലെറ്റ്സ് ഗോ. Nina got everything you need. When you like you need it, just like you need it. God is all you forever. Now they're gonna get away. And the tears of the pain, and the beautiful door, whether the girls do it again. In the little song, let's do it again. And we will go at the top of the step. Got everything you needed. Now bring you like you needed. Just like you. ജസ്റ്റ് സ്പാം ക്ലിക്ക് ചെയ്താലും മതി വയസ്സ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്പാം ക്ലിക്ക് ചെയ്താൽ മതി. വിച്ച് ഈസ് വെരി ഈസി. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്യണം ഗൈസ്. അപ്പം ബൗൺസ് ചെയ്ത് അങ്ങോട്ട് അങ്ങനെ പോകും ഗൈസ്. അതാണ് ഞാൻ പറയുന്ന ഐഡിയ. ഓക്കെ, നമ്മൾ ആവാറായി. ഇനിയൊരു 400 ടിക്കറ്റും കൂടിയും കിട്ടിയാൽ എൻ്റെ ഡ്രീം കംപ്ലീറ്റ്. ഓക്കെ, our goal is to get that house and forever it will. വിദീഷാന്നായിരുന്നു ഗെയിം കളിക്കാൻ പറഞ്ഞു. Guys, do we start live stream? നമ്മൾ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഇട്ടിട്ട് ബോൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇങ്ങനെ ബോൾ ബൗൺസ് ആയി പോകും. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് എൻ്റെ ട്രിക്ക്. കണ്ട പെട്ടെന്ന് സ്കോർ കൂടിയത്. പിന്നെ ആക്ച്വലി ഗൈസ്, നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിക്കണതിന് മുമ്പ് നിങ്ങൾ ബോൾ വീഴുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഇച്ചിരി ട്രൈ വേണം ഒരു ബോൾ വീഴണമെങ്കിൽ തന്നെ. ഓക്കെ, അതർ ദൻ ദാറ്റ് ദിസ് ഈസ് എ വെരി ഓവർ പവർഡ് മെത്തേഡ്. ഓക്കെ, ഇനി 4 ആക്ച്വലി 300 കൂടിയും മതി. അത് നമുക്ക് ഇച്ചിരി ഗോകാർട്ടിന്ന് എടുക്കാം ഗൈസ് സ്കോറ്. പക്ഷേ ഗോകാർട്ട് ഫീൽസ് ലൈക്ക് ഒച്ചിനെ പോലെ തോന്നും. ഓക്കെ, ഇനി നമുക്ക് ഗോകാർട്ടിൻ്റെ അവിടേക്ക് പോവാം. മഴയായതോ
യോ 200 മാത്രം മതി, 200 മാത്രം മതി. ഇന്ന് ഈ അപ്ഡേറ്റ് കഴിഞ്ഞല്ലോ 2 ദിവസത്തിലാണ് ഞാനിപ്പോൾ അപ്ഡേറ്റ് സ്പീഡ് റൺ ചെയ്യണത് വിത്തൗട്ട് റോബക്സ് ഗൈസ്, വിത്തൗട്ട് റോബക്സ്. ഓക്കെ, ഓൾസോ ഒരു കാര്യമുണ്ട് ഗൈസ്, ബാക്കിയുള്ളവരെല്ലാവരും റോബക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് സ്കോർ കിട്ടുന്നത്. പിന്നെ ഇന്നലെ ഞാൻ കിടന്ന് ഉറങ്ങാനും പോയി, ലൈവ് സ്ട്രീം ഒന്നും അല്ലല്ലോ. യാ കൈൻ്റെ നമ്മൾ 38 സ്കോർ കിട്ടിയുള്ളെങ്കിലും നമുക്ക് 40 തന്നെ വരും. Got everything you need. Now bring you like do you need it? Just like you need it. ഗോൾഡൻ കാർട്ട് എടുക്കുകയാണ്, വിച്ച് മൈറ്റ് ബി ഫാസ്റ്റർ എന്ന് തോന്നുന്നു. മൂവ്മെൻ്റ് കണ്ടിട്ട് ഇത് 1% കൂടുതൽ മാത്രം ഫാസ്റ്റ് ആയിട്ടുള്ളൂ. My name is Bengali and I'm really glad to meet you. You recommended to me by some people. Is this illegal? It is illegal. My name is Bengali and I'm really glad to meet you. You strawberry. Honorable now. ഞാൻ ഡയറി ഓഫ് എ ബി കിഡ് വായിക്കാണ്ട് ഇപ്പം. ആൻഡ് മൈ വെയിറ്റ്, we are almost there guys, one more lap. Okay. You, yes, കിട്ടി വീട് കിട്ടി. ഇനി നമുക്ക് ഏറ്റവും മുകളിലുള്ള പ്ലോട്ട് മേടിക്കണം. ദിസ് യോ and finally we got the വീട്. നമുക്ക് കിട്ടിയില്ല, നമുക്ക് വീട് കിട്ടി, നമുക്ക് വീട് കിട്ടി. ഇപ്പം പൂൾ ഫ്രീ ആയോ നമുക്ക്? പൂളിപ്പോൾ ഫ്രീ ആയി, പൂൾ എക്സസ്. നേരത്തെ കാശ് കൊടുക്കണമായിരുന്നു. നമ്മളിങ്ങനെ തുറക്കണം, മറ്റേ ഇതുമ്പോൾ തൊട്ടിട്ട് തുറക്കണം. പൊട്ടൻ. നോ DNA ടെസ്റ്റിംഗ്. അപ്പോൾ പൂളില്ലെങ്കിൽ പോലെ നമുക്ക് പൂളും ഉണ്ട്. ആരെങ്കിലും എനിക്ക് പ്രീമിയം തന്നോ? പ്രീമിയം കാറൊന്ന് സ്പോൺ ചെയ്ത് നോക്കട്ടെ. നമുക്ക് പ്രീമിയം വേണം. പ്രൈവറ്റ് പൂൾ ഇസ് ഇൻസേൻ. പൂള് മോളിലൊരു ഹെലിപ്പാഡ്. ദാറ്റ് ഇസ് ജസ്റ്റ്
I think it's probably worth getting it, okay? പക്ഷേ ടൈം വേസ്റ്റ് ആയെന്ന് വെച്ചാൽ ലോജിക്കലി നമുക്ക് പറയാം വേസ്റ്റ് ആയിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഇതെന്താ സ്മൂത്തി മേക്കറാണോ ഇത് വർക്കാ? കോഫി മേക്കറാണ് ഇത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും ഗൈസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഈ ഇപ്പോൾ ബ്രൂക്ക്ഹാവനിലെ എല്ലാ വീട്ടിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു ആകെ ചെക്ക്. ഓക്കെ, പുതിയ പ്രോപ്സ് നോക്കാം നമുക്ക്. യോ, ഇത് കണ്ടിട്ടൊരു ഇന്ത്യയിൽ ഉണ്ടാവാറുള്ള ടൈപ്പ് മോഡേൺ ഹൗസ് ഇല്ലേ, എനിക്കങ്ങനെ കണ്ടിട്ട് തോന്നുന്നു. ഈ ഗെയിംസിലൊക്കെ കാണുന്ന ടൈപ്പില്ലേ, ആ ടൈപ്പ് സാധനം പോലെ തോന്നുന്നു. സമ്മർ ഇതാരോ വന്നോ ഗൈസ്? നെക്സ്റ്റ് ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ റിയൽ ലൈഫിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാർട്ടി ഇടാവോ? ഹൗസ് പാർട്ടി. ഓ, ഇൻവൈറ്റ് പ്ലെയേഴ്സ് സ്റ്റാർട്ട് ഫ്രീ. എല്ലാവരെയും വിളിക്കാം നമുക്ക് അറിയാവുന്ന സെർവറിൽ. അപ്പം എല്ലാവരുടെയും പേരിടാം. ബേക്കൺ നോക്കട്ടെ. ബേക്കൺ 1 2 3 നൈസ് 6. ബേക്കൺ 1 2 3 നൈസ്. ഇനി നെക്സ്റ്റ് ഇങ്ങനെ എല്ലാവരും വിളിക്കുമല്ലോ ഇനി. സെർവറിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പം സ്റ്റാർട്ട് പാർട്ടി. യോ, ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പിണറായി ഭരണകാലത്ത് നിരന്തരം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പൊതുസമീപനം എന്ന് പറയുന്ന ഒരു സംഘപരിവാർ പ്രൊജക്റ്റാണ് അത് കേരളത്തിനകത്ത് നടപ്പിലാക്കപ്പെടുന്നത് എന്ന് രാഷ്ട്രീയമായി കോൺഗ്രസ് ഒരു കക്ഷി എന്നുള്ള നിലയിൽ UDF ഉന്നയിച്ചതാണ്. ആ രാഷ്ട്രീയത്തെ തമ്മിൽ പറയേണ്ട ഒരു സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. പക്ഷെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് സെഷനാണ്. ഇത് ബന്ധപ്പെട്ട ആളുകളെ വിശദീകരിച്ച് ഈ പറയുന്ന ഒരു ഒപ്പിടൽ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റാത്ത അതിന്റെ സാങ്കേതികത്വം അതായത് ബന്ധപ്പെട്ട ആളുകളാണ് വിശദീകരിച്ചത്. അവർ ഇനിയും അത് വിശദീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. ഞങ്ങൾ ഉന്നയിച്ച ഇന്നലകളിൽ ഉന്നയിച്ച രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ നിരാകരിക്കേണ്ട, നിഷേധിക്കേണ്ട, തള്ളിക്കളയേണ്ട രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ ഈ ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനമെടുക്കുന്നത് ഗവൺമെന്റാണ്. അതിന് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ ന്യായീകരണം. പക്ഷേ അടുത്ത വേറൊരു അവിടെയും ഒരു പ്രശ്നമുണ്ട്. സർക്കാരാണ് തീരുമാനമുണ്ടായിരുന്നത്. UDF സർക്കാരാണ് രാഷ്ട്രീയ തീരുമാനമാണ്. തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് എൻ്റെ ബ്രസീൽ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിമർശനങ്ങളെ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അടക്കമുള്ള ആളുകൾ നയിച്ച ചർച്ചയിൽ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല ഫാമിലി പ്രൊജക്റ്റാണ് ഇത് നടപ്പിലാക്കപ്പെടരുത്. പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കപ്പെടാൻ വേണ്ടി എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. പറഞ്ഞാൽ
എന്നുള്ള നിലപാട് തന്നെയാണ് നിങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞത്. അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ പേരിൽ തന്നെയായിരിക്കുമല്ലോ. പിന്നെ എന്തിനാണ് ഈ ഭിന്നിപ്പിച്ചുള്ള തീരുമാനമെന്നാണ് നിങ്ങൾ മനസ്സിലാവുന്നത്? ഇപ്പോൾ അതൊരു ഉപസമിതിക്ക് വിട്ടു എന്ന് നമുക്ക് ആദ്യം മനസ്സിലായി. അത് വിശദീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ എടുക്കുന്ന തീരുമാനം തീർത്തും ഭരണപരമാണ്. അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഭരണപരമായ കാര്യമെന്ന് അത് വിശദീകരിക്കപ്പെടുന്നു. ഭരണപരമായി ഒപ്പിടാൻ കഴിയാത്ത പിന്നെ ഹെലിപാഡ് അതിനെ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് പറയുന്ന എനിക്കങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ വലിയ മനസ്താപവും മനസാക്ഷിത്വമുണ്ട്. വെച്ചാ എൻ്റെ വീട് നോക്കി വെച്ചാൽ ഹെലിപാഡ് 2 പൂള് പിന്നെ ഫൗണ്ടൻ. ഭരണപരമായി ഇപ്പോൾ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നു. അവരുടെ തീരുമാനം വരട്ടെ എന്നുള്ളതാണ്. ഉപസമിതി തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം പറയുകയും ചെയ്തത്. ഉപസമിതി റിപ്പോർട്ട് വന്നിട്ടില്ല സാർ. പിന്നീട് തീരുമാനമെടുക്കുന്നതും ഈ പറയുന്ന ഏതെങ്കിലും സർക്കാർ ഉത്തരവിന്റെ ഭാഗമായിട്ടല്ല, UDF ചേർന്നാണ്. അതിന് ഭരണപരമായ പ്രതിസന്ധിയെന്നോ ഭരണപരമായ ആവശ്യകതയെന്നോ ഭരണപരമായ അനിവാര്യതയെന്നോ പറയാൻ കഴിയില്ല. അത് രാഷ്ട്രീയ തീരുമാനമാണ്, അത് നയപരമായ തീരുമാനമാണ്. അതെടുത്തിരിക്കുന്നത് UDF-ലാണ്. ഞങ്ങളെ കൊണ്ടുള്ള ആളുകൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അതിന്റെ രാഷ്ട്രീയമാണ്. ഭരണപരമായ കാര്യങ്ങൾ തീർച്ചയായും അത് വിശദീകരിക്കേണ്ടത് പറയുന്ന വിശദീകരിച്ചിട്ടുള്ളത് കൃത്യമായി ഭരണ നേതൃത്വമാണ്. വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്. അങ്ങക്ക് ബോധ്യമാകുന്ന വിശദീകരണമാണ്. ക്ഷമിക്കണം, അദ്ദേഹത്തിലെ ടെലിഫോണിലായാലും ഈ അദ്ദേഹം ഗൂഗിൾ മീറ്റിലാണ് നിങ്ങളോടൊപ്പം ചർച്ച ചെയ്യുന്നത് ചേർന്നിരിക്കുന്നത്. അദ്ദേഹം മറ്റൊരു ചർച്ചയിലിരിക്കേണ്ടതുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സവിശേഷമായ ഒരു സാഹചര്യമായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ പാനലിസ്റ്റിന് പിന്മാറേണ്ടി വന്നു ഈ തീരുമാനത്തിൽ എന്നുള്ളതാണ്. സ്വാഭാവികമായും അഡ്വക്കേറ്റ് ബി ആർ അനൂപ് ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. എങ്ങനെ വിശദീകരിക്കണം എന്നതാണ് എല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വളരെ കൃത്യമായ മറുപടി പറഞ്ഞതുമല്ല UDF കൺവീനറും വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇടവേളയിരിക്കാണ് തിരിച്ചത്. ഞാൻ പാർട്ടി ഹോസ്റ്റ് ചെയ്ത് ഈ ഓണം പൊളിയാണ്, വൈബാണ്. ഇങ്ങനെയാണ് ആവശ്യങ്ങൾക്ക് സ്വർണം വിൽക്കുന്നതാണ്. പണയം ടെൻഷൻ കുറയ്ക്കും, പക്ഷെ അതിലേറെ ടെൻഷൻ ഉണ്ടാകും. പലിശ, അടവ്, തിരിച്ചടവ്. സ്വർണം എവിടുന്ന് വാങ്ങിയാലാണെങ്കിലും അത് ജോലിക്കാർക്ക് വിൽക്കുമ്പോൾ ഏറ്റവും മികച്ച വില, അതും 15 മിനിറ്റിനുള്ളിൽ. സ്വർണം വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും ജോലിക്കാർക്ക് കിട്ടുമല്ലോ. ഈ ഓയിലിന്റെ അത്ര ഗുണവും ഇല്ല, അളവും കുറവാണ്. പക്ഷെ ഇത് വെറും 200 ml ഉള്ളൂ. ഇത് 1 ലിറ്റർ പാക്കറ്റിൽ ഒഴിച്ച് 1 ലിറ്റർ ആയിട്ട് വിൽക്കാം. ഇത് 1 ലിറ്റർ ആണെന്ന് വിശ്വസിച്ചാൽ നിങ്ങളാണ് പറ്റിയപ്പെട്ടത്. ഒരു ദിവസത്തെ കാശ് ഇവിടെ പക്ഷെ ഫീലിംഗ് മിസ് ചെയ്യരുത്. 4 മണിക്കൂറായി. പപ്പ ഓക്കെയാണോ? മോനെ എന്തൊരു ഫിലിമായിരുന്നു. 3 മണിക്കൂർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റേയില്ല. ഒരു സീറ്റ് പോലും മിസ്സാക്കിയില്ല. ഇതാണ് ഹോം ടൂർ. സോ നമുക്ക് ഫുള്ള് ഹോം ടൂർ നോക്കാം. സോ ദേ ഇത് ഗ്യാരേജ്, റൈറ്റ്. ഓക്കെ, ഇത് ഗ്യാരേജ്. ഇവിടെ എങ്ങാനും ആണോ ഇവിടെ സേഫ് വെച്ചേക്കുന്നത്? അവിടെയല്ല. ഈ ബുക്ക് എങ്ങനെ നോക്കിയാൽ ബണ്ടൂർ ഇവിടെ സെറ്റിങ്സ് നമുക്ക് കളറൊക്കെ മാറ്റാം. നമുക്ക് ഇത് അടച്ചിടാം. എന്തോ കളറാണ് നല്ല നോക്കാം. ബ്ലാക്ക്, റെഡ്, വേണ്ട, അത് വേണ്ട.
നമുക്ക് പാട്ട് നോക്കാം.